സർ, രാഹുൽ ഗാന്ധി എവിടെ എന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യങ്ങളിലൊന്ന്. രാഹുൽ ഗാന്ധി എവിടെയും കാണാനില്ല. അദ്ദേഹം ഈ കള്ളവോട്ട് ചേർക്കുന്നതിനെയും അല്ലെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെയും ഒക്കെ എതിരായിട്ട് വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു, റാലികൾ സംഘടിപ്പിച്ചിരുന്നു. ശേഷം ബീഹാറിൽ തേജസ്വി യാദവുമായിട്ടുള്ള സഖ്യത്തിലൂടെ അധികാരത്തിൽ വരാം, അല്ലെങ്കിൽ ആ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയെ എവിടെയും കാണാനില്ല. ആർക്കും അറിയില്ല എങ്ങോട്ട് പോയി, എവിടെയാണുള്ളത് എന്നുള്ളത്. അപ്പോൾ SIR വരുന്നതിനെയും രാഹുൽ ഗാന്ധി അത് നിശിതമായി തന്നെ വിമർശിച്ചിരുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണത്തെ കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. എന്റെ ചോദ്യം എന്ന് പറയുന്നതും അവിടെയാണ് അവസാനിക്കുന്നത്. ഇതിനൊക്കെ ഇടയിൽ രാഹുൽ ഗാന്ധി എവിടെയാണ്? നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ കാണാനില്ല എന്നതാണ് ഉയർന്നു വരുന്ന റിപ്പോർട്ടുകൾ. ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ് ശീലിക്കരുത് നീ ഇത് കേട്ടോ. രാഹുൽ ഗാന്ധി നിക്കർ ഇട്ടുകൊണ്ട് മലേഷ്യ നിൽക്കുന്ന നിങ്ങൾ കണ്ടതല്ലേ? കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് ഒരു നിക്കറൊക്കെ ഇട്ടുകൊണ്ട് മലേഷ്യ നിൽപ്പുണ്ട്. പിന്നെ വേറെ വാർത്തയും വരുന്നുണ്ട്. പുള്ളിയുടെ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സമരമുറയുടെ ടൂൾ കിറ്റ് മ്യാൻമറിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വലിയ വലിപ്പത്തിലുള്ള ഓപ്പറേഷൻസ് ആണ്. വെളിയിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ സമരമുറകളുടെ മുദ്രാവാക്യവും ടൂൾ കിറ്റുകളും ഒക്കെ വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏതായാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പരാജയമാണ്. ജഗതിയുടെ കാര്യം ഒരു സിനിമയ്ക്ക്, ജഗതിയുടെ കാര്യം ഏതൊരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്, ഈ പാവം പിടിച്ചവൻ ഇവിടെയും പരിപാടി അവതരിപ്പിച്ച് പരാജയപ്പെട്ടു. പിന്നെ അതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയോ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയോ ഭാര്യയെ കാണാൻ വേണ്ടിയോ ഒക്കെ പോയതായിരിക്കും. ഏതായാലും മലേഷ്യയിലുണ്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ബെർമുടയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് സോറോസ് അപ്പൂപ്പന്റെ മകനെയും കണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരാളുണ്ടല്ലോ, ഇവിടുന്ന് നാട് കടത്തിയ ഒരു മതമൗലികവാദിയുടെ പേരെന്നാണ്, സക്കീർ നായിക്, അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ സംസാരം, ഇവരൊക്കെ എന്തിന്റെ ആൾക്കാരാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ദേശീയ മാധ്യമങ്ങളായി ചർച്ച ചെയ്യും ഈ ഒരു കാര്യം. സക്കീർ നായിക്കിനെ കണ്ട കാര്യമോ ഈ മലേഷ്യയിൽ പോയി ഈ പറയുന്ന സോറസിന്റെ മകനെ കണ്ട കാര്യം ഒന്നും പറയത്തില്ല. കാരണം അവർ ഇന്ത്യക്കകത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്, അതിന്റെ ഭാഗമാണ് രാഹുൽ ഗാന്ധി എന്നാണ് ആർക്കെങ്കിലും തോന്നിപ്പോയാൽ ഇന്ത്യയിലെ മാധ്യമങ്ങളിലെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സഹിക്കുക. കാരണം ഇവിടെ ഇനി അടുത്ത 2026 ഈ ബീഹാറിൽ ഇറങ്ങിയതുപോലെ പുള്ളി ഇവിടെ ഇറങ്ങണം. പപ്പുവിന്റെ ചേച്ചിയല്ല അനിയത്തി പ്രിയങ്കയും പിന്നെ എല്ലാരെയും കൂടെ ഇറക്കി എങ്ങനെയും ഒരു തുരുത്ത് കേരളത്തിലുണ്ട്, അത് പിടിച്ചു നിർത്തിയാൽ മതിയാവത്തുള്ളൂ. കാരണം ഇവിടെ വന്നേ ഇപ്പൊ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. ആകപ്പാടെ ഈ പറഞ്ഞ CPM-നും ആകത്തുരുത്ത് കേരളം, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ കോൺഗ്രസിനും ആകത്തുരുത്ത് കേരളം. കാരണം പപ്പുവിന് മത്സരിക്കണമെങ്കിലും പ്രിയങ്കയ്ക്ക് മത്സരിക്കണമെങ്കിലും ജയിക്കണമെന്നുള്ള സീറ്റ്, അതായത് വിഘടനവാദ ശക്തികൾക്ക് ഏറ്റവും പ്രൊമോഷൻ ഉള്ളതും ഇദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യത്തിന് അംഗീകാരം കിട്ടുന്നതും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചു കാണിക്കാൻ പറ്റുന്ന ഫണ്ട് പറ്റുന്ന മാധ്യമങ്ങളും ഒക്കെ ഇവിടെയുള്ളൂ. അപ്പം അതുപോട്ടെ, ഇദ്ദേഹം ഈ പറഞ്ഞതുപോലുള്ള സമരം, വോട്ട് ചോരി യാത്ര, കാരണം വോട്ട് ചോരി അതിനുശേഷം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനകത്ത് വോട്ട് ചോരി കണ്ടായിരുന്നല്ലോ, കയ്യിലിരുന്ന 10-18 വോട്ട് എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞില്ല. പുള്ളി വോട്ട് ചോരി യാത്ര നടത്തി കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ വോട്ട് കിട്ടേണ്ട വോട്ടിനകത്തുനിന്ന് 15 വോട്ട് ചോരിയായിപ്പോയി, വോട്ട് ചോരിയായിപ്പോയി. എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല, അത് ആര് നടത്തിയെന്നും അറിയത്തില്ല. അപ്പം അതിനകത്ത് അതും പുള്ളിക്ക് പരാജയമായിരുന്നു. അന്ന് പുള്ളി വോട്ട് ചെയ്യാൻ പോകുന്നതൊക്കെ കണ്ട് അതും മാധ്യമങ്ങളിലൊക്കെ വലിയ വൈറൽ വീഡിയോ ആയിരുന്നു. അത് എങ്ങോട്ടാ വോട്ട് ചെയ്യാൻ പോകണ്ടേ, ആർക്കാ വോട്ട് ചെയ്യാൻ പോകണ്ടേന്ന് അറിയത്തില്ല, പുള്ളിയുടെ വോട്ട് തന്നെ മറ്റവർക്ക് കിട്ടിയോന്നൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള ചർച്ച വന്നു. ഇപ്പം അതൊക്കെ പോട്ടെ, ഇദ്ദേഹം ബീഹാറിലാണ് ഈ പറഞ്ഞതുപോലെ വോട്ട് ചോരി യാത്ര നടത്തിയത്. ഇവിടുത്തെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ബീഹാറിൽ വോട്ട് ചോരി യാത്ര, ബീഹാർ ഇളക്കി മറിക്കുന്നു രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തയെ ഇളകി മറിച്ചൊന്നുമില്ല. അവസാനം ഈ സമാപന സമ്മേളനത്തിനകത്ത് 2 ലക്ഷം പേര് പങ്കെടുക്കേണ്ടതിനകത്ത് 10,000 പേര് പങ്കെടുത്ത് വളരെ പരാജയപ്പെട്ടു. അതിനുശേഷം ഇപ്പം ബീഹാറിൽ ഇദ്ദേഹം ചെന്ന് അവിടെ ഈ ഏറ്റവും ആദ്യം ഇപ്പം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ അവിടെ SIR ഒക്കെ നടത്തി, പരിഷ്കരണം ഒക്കെ നടത്തിയല്ലോ. അപ്പൊ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് അവിടെ അതിന്റെ ഭാഗമായിട്ടാണ് പുള്ളി ഈ പ്രചരണം ഒക്കെ നടത്തിയത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഈ പറയുന്ന പോലെ 2002-ന് ശേഷം ഈ വോട്ടർ പട്ടികയ്ക്കകത്ത് നടത്തുന്ന ക്ലിയറൻസ് ശരിയല്ല, അതിനകത്ത് വെട്ടിമാറ്റുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഇരട്ട വോട്ടുകളുണ്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ ഭരണഘടനാ സംവിധാനം കുഴപ്പമാണ്. ആ സംവിധാനത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്നത് പോലെ ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രചരണം. അവിടെ പ്രചരണം നടത്തി, വലിയ റാലികൾ നടത്തി. നമുക്കറിയാമല്ലോ ഇപ്പൊ കേരളത്തിൽ ഉദാഹരണത്തിന് കോൺഗ്രസ് അവിടെ കയറി അങ്ങ് ഇവിടെ പറയുന്ന പോലെ മെഴുകേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ യാതൊരു രീതിയിലുള്ള ഗ്രിപ്പും ഉള്ള സംസ്ഥാനമല്ല ഈ പറയുന്ന പോലെ ബീഹാർ. അവിടെ തേജസ്വി യാദവ്, ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയുണ്ട് RJD. RJDക്കാണ് ഈ പറയുന്ന പോലെ അവിടെ ഗ്രിപ്പ് ഉള്ളത്. അതിന്റെ ഒരു
സെക്കൻഡ് പാർട്ണർ എന്നുള്ള രീതിയിലുള്ള കോൺഗ്രസ് വരത്തുള്ളൂ. അപ്പം ഇപ്പൊ രാഹുൽ ഗാന്ധി അവിടെ ചെല്ലുമ്പോൾ ജാഥ നയിക്കും. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, സി പി എമ്മിന്റെ ഒരു ജാഥ കാസർഗോഡ് നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തോട്ട് നയിക്കുമ്പോൾ അതിനകത്ത് ആരാ നയിക്കുന്നത്? LDF നയിക്കുന്ന ജാഥ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ CPM അല്ലേ കൊണ്ടുപോകുന്നു. CPM കൊണ്ടുപോകുന്നു. അതിനകത്ത് CPM-ന്റെ കൂടെ പറയുന്ന ഈ കൊച്ചു ഘടകകക്ഷികൾ വരെ അവിടെ പ്രസംഗിക്കാൻ കാണും എന്ന് പറഞ്ഞിട്ട് അത് ഈ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി അവിടെ ചെല്ലുന്നതുകൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാവായതുകൊണ്ടും അദ്ദേഹത്തിന്റെ പങ്കെടുക്കുന്നതിനകത്ത് ചർച്ച കൂടുതൽ വരും. ഇപ്പൊ തമിഴ്നാട്ടിൽ ചെന്ന് DMK-യുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ഗ്രിപ്പ് കോൺഗ്രസിനോട്, തമിഴ്നാട്ടിൽ ജാഥ നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി പങ്കെടുക്കത്തില്ല. രാഹുൽ ഗാന്ധി പങ്കെടുക്കുമ്പോൾ എങ്ങനെ അത് കോൺഗ്രസിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഈ പറഞ്ഞതുപോലെ ആപ്പാടെ വിഷയമായി പ്രശ്നമായി നമ്മള് വളയത്തെ കൂടെ ചാടി വളയില്ലാതെ ചാടുവാന്ന് പണ്ടൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞു, ആരാണ്ട് ജാഥയുടെ പ്രസംഗത്തിനിടയ്ക്ക് എന്റെ പൊന്നെ ഒന്നും അറിയാതിരുന്ന് മരിച്ചുപോയ സ്ത്രീ ഉണ്ടല്ലോ, പ്രധാനമന്ത്രിയുടെ അമ്മയെ കയറി പറഞ്ഞു. വളരെ മോശമായിട്ട് നമ്മൾക്ക് ചാനലിൽ പോലും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ആ സ്ത്രീയെ പറ്റി പറഞ്ഞു. അത് വലിയ വിഷയമായി. മോദി അതിനകത്ത് പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയിലെ മണ്ഡലത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഇതുവരെ നടത്തിയ കാര്യമെല്ലാം ബീഹാറിൽ തിരിഞ്ഞടിച്ചു. അതിനുശേഷം ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി ഒരു വീഡിയോ ഇറക്കി കോൺഗ്രസ്സുകാരൻ. മോദിയുടെ അമ്മ രാത്രി വന്ന് പറയാം, മാനേ, അപ്പൊ മോദിയുടെ അമ്മ എന്ന് പറയാൻ മരിച്ചുപോയല്ലോ, ആത്മാവ് ഒന്ന് കാര്യം പറയുന്നതായിട്ടാ ഈ വീഡിയോ. മോനെ, എന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കരുത് കേട്ടോ, എന്നെ രാഷ്ട്രീയത്തിൽ വലിച്ചെറിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നരേന്ദ്രമോദി അടുത്ത് പറയുന്നതായിട്ടുള്ള വീഡിയോ പ്രചരിപ്പിച്ചു. എന്റെ പൊന്നെ, അത് BJP അങ്ങ് ഏറ്റെടുത്തു. BJP അത് ഏറ്റെടുത്തു. ഈ രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്നത് പോലല്ലോ BJP ഒരു കാര്യം ഏറ്റെടുത്തത്. നെഗറ്റീവ് ആണെങ്കിൽ പോലും പണ്ടറിയാലോ, ചൗക്കീദാർ ചോർഗെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുദ്രാവാക്യം കൊണ്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി വന്ന് അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് ഈ പറയുന്ന നരേന്ദ്രമോദി ആ സാധനം അന്ന് ഏറ്റെടുത്തായിരുന്നു. ചൗക്കീദാർ ചോർഗെ എന്ന് പറഞ്ഞ മുദ്രാവാക്യം പുള്ളി ഏറ്റെടുത്തു. ഞാൻ ചൗക്കീദാറാണ്, ജനങ്ങളുടെ സേവകനാണ്, എന്താണ് കുഴപ്പം, ജനങ്ങളാണ് എന്റെ യജമാനന്മാരെന്ന് പറഞ്ഞ് പുള്ളി അത് തിരിച്ചടിച്ചു എന്ന് പറഞ്ഞത് ഈ സാധനം, ഈ അമ്മയെ പറഞ്ഞ സാധനം വീണ്ടും ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് ചീത്ത പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് വരുത്തുന്നതിന് വേണ്ടി എടുത്ത വീഡിയോയും കൂടെ ഈ പറയുന്നത് പോലെ BJP ഏറ്റെടുക്കുന്നു. അറിയാവുന്നവന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു വടി കിട്ടിയാൽ അടിക്കേണ്ട എവിടാണെന്ന് അവർക്കറിയാം എന്ന് പറയുന്നത് പോലെ ഈ കോൺഗ്രസിന് ആകെപ്പാടെ നെഗറ്റീവ് അടിച്ചു. കോൺഗ്രസിനെ അവിടെ നിന്ന് മാറ്റി നിർത്തി മത്സരിക്കും എന്നുള്ള രീതിയിലേക്ക് തേജസ്വി യാദവ് സംസാരിക്കുന്നത് പോലും കഴിഞ്ഞ ദിവസം വന്നു. അതായത് കോൺഗ്രസ് വേണ്ട. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ 2020 ഈ പറഞ്ഞതുപോലെ തേജസ്വി യാദവ് BJP അധികാരത്തിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റ് അധികാരത്തിൽ തേജസ്വി യാദവ് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ഞങ്ങളുടെ കൂടെ കൂട്ടിയതാണ്. ആ കോൺഗ്രസിന് ഇത്രയും സീറ്റ് കൊടുത്ത് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അധികാരത്തിൽ വരാൻ സാധിക്കുകയാണ്. കാരണം അവിടെ ആ പ്രാവശ്യം മത്സരിച്ചത് കോൺഗ്രസ് 70 സീറ്റിലാണ്. 70 സീറ്റ് കൊടുത്ത് കോൺഗ്രസിനെ മത്സരിപ്പിച്ചു. കോൺഗ്രസ് ജയിച്ചത് 19 സീറ്റിലാണ്. അതേസമയം 114 സീറ്റിൽ മത്സരിച്ച RJD ഏതാണ്ട് 77 സീറ്റ് ജയിക്കുക. അതായത് ഈ പറയുന്ന 70 സീറ്റിനകത്ത് ഒരു 10-30 സീറ്റ് കുറച്ച് കോൺഗ്രസിന് കൊടുത്തായിരുന്നെങ്കിൽ ആ സീറ്റിനകത്ത് നിന്നും ഏതോ ഒരു 10-15-20 സീറ്റ് കൂടി ഇവർക്ക് ജയിച്ചു വരാൻ പറ്റിയെങ്കിൽ അവിടെ BJPക്ക് അധികാരത്തിൽ വരാൻ പറ്റത്തില്ല. BJPക്ക് അധികാരത്തിൽ വരാൻ ഇവർക്ക് അധികാരത്തിൽ. അന്ന് അയാൾ പറഞ്ഞതാണ് കോൺഗ്രസിനെ ഇവിടെ കൂടെ കൂട്ടിയതും അല്ലെങ്കിൽ കൂടുതൽ വലിപ്പത്തിൽ ഇല്ലാത്ത പാർട്ടിക്ക് സീറ്റ് കൊടുത്തതുമാണ് പറ്റിയ പരാജയം എന്നും പ്രശ്നമായിട്ട് പറയുന്ന ഒരു അവസ്ഥ. ഇപ്പം രണ്ടാമത് അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, രണ്ടാമത്തെ വിഷയം നമുക്ക് പറയാം. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവിടെ CPM ഇടതുപക്ഷത്തിന് ഇതിനെക്കാട്ടി സീറ്റ് ഉണ്ടല്ലോ. CPM MLA എന്ന് പറയുന്ന പാർട്ടിക്ക് ഏതാണ്ട് 11 സീറ്റുണ്ട്, CPIക്ക് 2 സീറ്റുണ്ട്, CPM 1 സീറ്റ്. അപ്പൊ മൊത്തത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അവിടെയുള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 15 സീറ്റ് വരും. അവർക്ക് ഇതിനു വേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല, കൊടുത്ത മൊത്തം ജയിച്ചിട്ടുണ്ട്. 70 കൊടുത്തവന് 19, ബാക്കിയുള്ള ഇടതുപക്ഷത്തിന് 15 സീറ്റ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, തേജസ്വി കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയ്ക്കകത്ത് പറഞ്ഞത്, ഞാൻ ഈ പ്രാവശ്യം ജയിക്കുന്നവർക്ക് സീറ്റ് കൊടുക്കും. അതുപോലെ OYC അവിടെ മത്സരിക്കുന്നു. OYC കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ OYC റിബലായിട്ട് ഇവർക്കെതിരായിട്ട് നിന്ന് മത്സരിച്ചപ്പോൾ മുസ്ലിം വോട്ടുകൾ അയാൾ പിടിച്ചത് ഇവർക്ക് പല സീറ്റുകളിലും ജയിക്കാൻ കാരണമല്ലാതെ വന്നു എന്നുള്ള രീതിയിലേക്ക് ഒരു വർത്തമാനവും വരുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിനെ വേണ്ടി വന്നാൽ ഒഴിവാക്കി തന്നെ മത്സരിക്കുന്ന രീതിയിലേക്ക് ഒരു വർത്തമാനം ബീഹാറിൽ അദ്ദേഹത്തിന്റെ തുള്ളലിന് ശേഷം നടന്നു. അതായത് പപ്പുവിനെ പുറത്താക്കി മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു ബീഹാർ ഇലക്ഷൻ വന്നാലും നമുക്ക് അതിശയപ്പെടാനൊന്നുമില്ല. കാരണം കൂടുതൽ സീറ്റ് കൊടുക്കുന്ന സീറ്റ് അല്ലാതെ കൂടുതൽ സീറ്റ് വേണം. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം
കൊടുത്ത സീറ്റെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറിപ്പൊക്കോ, ഞങ്ങൾ മൊത്തം സീറ്റിൽ മത്സരിച്ചോളാം, 243 സീറ്റിൽ മത്സരിച്ചോളാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർത്തമാനം പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 70 സീറ്റാണ്. ഈ പ്രാവശ്യം അവർ പറയുന്നത് ഒരു 53 സീറ്റ്, 50 സീറ്റിനകത്ത് തരാം, ബാക്കിയുള്ളവർക്ക് സീറ്റ് കൊടുത്തേ പറ്റുള്ളൂ, അതിനകത്ത് ഒന്ന് മത്സരിക്കാമെങ്കിൽ മത്സരിക്കാം മത്സരിച്ചോളൂ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. BJP അവിടെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ BJP വളരെ ബുദ്ധിപൂർവ്വം, BJPക്ക് അവിടെ ഈ പറയുന്ന നേതാക്കന്മാരും അല്ലെങ്കിൽ BJP പറയുന്ന ഗ്രിപ്പും ഇല്ല. അവിടെ ഈ നിതീഷ് കുമാറിനെ പിടിച്ചാണ് BJP അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ ഈ മഞ്ജി എന്ന് പറഞ്ഞ നേരത്തെ ഒരു മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഒരാളുണ്ടല്ലോ, ജിതിൻ റാം മഞ്ജി, അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ബുദ്ധിമാനായിട്ടുള്ള. അതുപോലെ രാംവിലാസ് പാസ്വാന്റെ മകനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടുത്തെ മത്സരം എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്നു നിതീഷ് കുമാർ ആണല്ലോ അവിടെ എപ്പോഴും ഈ പുള്ളിയുടെ ഈ സാധാരണക്കാരന്റെയും ഈ മുസ്ലിങ്ങളുടെ വോട്ട് നല്ലപോലെ ഉണ്ട്, അത് പുള്ളിക്ക് കിട്ടുന്നത്. പുള്ളിയെ മാറ്റി നിർത്തിയുള്ള കാര്യമില്ല. പുള്ളി BJP ആയിട്ട് നോക്കി പപ്പാതി സീറ്റിൽ മത്സരിക്കുന്നു. അതിനകത്ത് ഈ രാംവിലാസ് പാസ്വാന്റെ മകൻ, അയാളുടെ അമ്മയുടെ അല്ലെങ്കിൽ ഇയാളുടെ അമ്മാവന്റെ ഒരാളുണ്ട്, അവരിപ്പം അവരുമായിട്ടും BJP ടൈപ്പ്, എന്നാൽ കേന്ദ്രമന്ത്രിയൊക്കെയാണ്. ആ സമയത്ത് അയാള് അവിടെ രാംവിലാസ് പാസ്വാന്റെ മകനും അയാളും തമ്മിൽ തെറ്റി രണ്ടായിട്ട് മത്സരിക്കുന്നു. അന്നേരം രാംവിലാസ് പാസ്വാന്റെ മകൻ ശരിക്കും പറഞ്ഞാല് BJPയുടെ ഭാഗമല്ലാതെ നിൽക്കുക, ചില ഉടക്കി നിൽക്കുക. BJP ഒന്നും പറയല്ലോ, പ്രത്യക്ഷത്തിൽ ഉടക്കി നിൽക്കുക, ഒന്നും പറയുന്നില്ല. BJP രാംവിലാസ് പാസ്വാന്റെ അല്ലെങ്കിൽ മകന്റെ പാർട്ടി അവിടെ മത്സരിക്കുന്നു. അവനെ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവൻ സ്വയം പ്രഖ്യാപിച്ചു, എന്നെ ആര് പുറത്താക്കിയാലും ഞാൻ BJPയുടെ കൂടെ, അമിത്ഷാ എന്റെ ദൈവം, നരേന്ദ്രമോദി എന്റെ അച്ഛനാണെന്നൊക്കെ രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിച്ച് പുള്ളി എന്റെ കൂടെ വന്നു. ഇതിനകത്ത് ഇന്നർ പൊളിറ്റിക്സ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും അത് തന്നെ പറയേണ്ടി വരും. അയാൾ നിതീഷ് കുമാറിനെതിരെയുള്ള സീറ്റിൽ മൊത്തം സ്ഥാനാർത്ഥികൾ നൽകി. നിതീഷ് കുമാർ ആ പാടെ 44-45 സീറ്റിൽ ഒതുങ്ങുകയും BJP ഏതാണ്ട് 70-80 സീറ്റിൽ അവിടെ വരികയോ ഒന്നാമത്തെ വലിയ പാർട്ടിയായിട്ട് അത് നിതീഷ് കുമാറിനെ BJPയുടെ ആനുകൂല്യത്തിൽ മുഖ്യമന്ത്രിയാക്കുന്ന രീതിയിലേക്ക് വന്നു. എന്നിട്ട് ആ സമയത്ത് തന്നെ അന്ന് കേന്ദ്രമന്ത്രിസഭയിൽ ഇരുന്ന ഈ പയ്യന്റെ, അതായത് രാംവിലാസ് പാസ്വാന്റെ മകന്റെ അമ്മാവനെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് അതുവരെ ഇരുന്നവനെ എടുത്ത വെളിയിലും കളഞ്ഞു, ഇവനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തും കൊടുത്തു. വ്യക്തമായ ഒരു രീതി വന്നു. അതായത് അന്ന് BJPക്ക് സഹായമായിട്ട് നിന്നിട്ടുള്ള ഇവർ, ഈ പറയുന്നത് പോലെ ഉള്ള ഈ രാംവിലാസ് പാസ്വാന്റെ മകൻ, അതുപോലെ ഈ ജിതിൻ റാം മാഞ്ചി എന്ന് പറയുന്നവരൊക്കെ ഈ പറയുന്ന BJPയുടെ ഒരു ടീമാണ്. ആവശ്യത്തിന് BJPയുടെ കൂടെ അവർ കാണും യഥാർത്ഥത്തിൽ. അപ്പൊ അതിനെ വെച്ചൊരു കളിയാണ് ഇപ്പോഴും BJPയോടെ കളിക്കുക. അങ്ങനെ BJPയുടെ അധികാരത്തിൽ വരുമെന്നുള്ള രീതിയിലേക്ക് വരുന്നത്. BJPക്ക് മറ്റ് സംസ്ഥാനങ്ങളെ കൂട്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരൊന്നും ഇല്ലാത്തതും, എന്നാൽ BJPക്ക് സ്വന്തമായിട്ട് നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള അവസ്ഥ ഇപ്പോഴും ഇല്ലാത്ത സംസ്ഥാനമാണ്. എന്നാലും BJP അവിടുത്തെ സീറ്റ് വർദ്ധിപ്പിക്കുകയും MLA-മാരെ വർദ്ധിപ്പിക്കുകയും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടൊക്കെ നിൽക്കുകയാണ് ഈ പ്രാവശ്യവും. അതായത് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ കൂടെ തന്നെ കളിച്ച് ഒരു രാംവിലാസ് പാസ്വാന്റെ മകനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ജിതിൻ റാം മാഞ്ചിയും ഒക്കെ നിർത്തിക്കൊണ്ട് ഈ നിതീഷ് കുമാറിന്റെ പാർട്ടിയും എല്ലാം നിർത്തിക്കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ബീഹാർ രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു സർവേയും അല്ലെങ്കിൽ അതൊരു തരംഗവും ഒക്കെയാണ് ഏറ്റവും അവസാനം ഇദ്ദേഹത്തിന്റെ റാലിയും അദ്ദേഹത്തിന്റെ വർത്തമാനത്തിന് ശേഷമൊക്കെ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഇയാൾ അവിടെ പോയി ഇപ്പം SIR എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലുള്ള പ്രശ്നങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞ ആൾ ഇപ്പം കഴിഞ്ഞ ദിവസത്തെ വർത്തമാനം പറയുന്നത് SIR നടപ്പാക്കണ്ട. കാരണം കേരളത്തിലും വേണ്ട നേതാക്കന്മാരുടെ കാരണം SIR നടപ്പാക്കിയാൽ ഈ പറയുന്നത് പോലെ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കേരളം ഇന്ത്യയിലില്ലാത്തവന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന ബംഗ്ലാദേശുകാരന്റെയും അല്ലെങ്കിൽ രോഹിംഗ്യ മുസ്ലിങ്ങളുടെയൊക്കെ വോട്ട് വെട്ടിമാറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. ആ വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന BJPക്കല്ല. ആ വോട്ട് മാറ്റിയാൽ ഇപ്പോൾ ഉള്ള അവസ്ഥ കൂടി പരിതാപകരമാകുമെന്ന് മനസ്സിലായിക്കൊണ്ട് ഇപ്പൊ തിരിഞ്ഞു വീണിട്ടുണ്ട്. ഏതായാലും ബീഹാറിൽ നിന്ന് പുറത്താക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങൾ ഒക്കെ വരുന്നത്. നമ്മുടെ മാപ്പറകൾ ഇത് മുക്കിയിരിക്കുകയാണ്. നമ്മുടെ മാപ്പറകൾ എപ്പോഴും പറയുന്നത് ഇനി അടുത്ത ഊഴം ബീഹാറിന് ശേഷം കേരളത്തിലേക്കെന്നുള്ള രീതിയിലേക്ക് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ വരുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. പപ്പു വരുന്നുണ്ട്, പിങ്കി വരുന്നുണ്ട്, പിന്നെ DK ശിവകുമാർ വരുന്നുണ്ട്, റേവന്ത് റെഡ്ഡി വരുന്നുണ്ട്. വലിയൊരു ടീം ഇവിടെ വന്നിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ കിടക്കുന്ന ഈ കോൺഗ്രസിനെ പിടിച്ച് 2026 അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു വൻ റാലിയൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യത്തെ പറ്റി അറിയത്തില്ല. അങ്ങനത്തെ ഒരു ഹൈക്കമാൻഡിന്റെ ഒരു ഉദ്ദേശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ബീഹാറിലെ ആവാതിരുന്നാൽ കൊള്ളാം. ബീഹാർ റാലി നടത്തിയ ഒരു പരുവത്തിലായി. പുള്ളി കുഴപ്പമൊന്നുമില്ല, പുള്ളി മലേഷ്യയിലുണ്ട്, തിരിച്ചു വന്ന് കാണുമായിരിക്കും. ഇത് സങ്കടപ്പെടേണ്ട. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പുതിയ പരിപാടികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് പുള്ളിയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായാലും ഇപ്പം വരുന്ന നിക്കറിട്ട ഫോട്ടോ മലേഷ്യയിൽ നിന്നാണ്. ആ താടിയൊക്കെ പഠിച്ചിട്ടൊന്നുമില്ല, പ്രാകൃതമായിട്ടുള്ള ഒരു ഫോട്ടോയാണ്. എന്ത് കാര്യമെന്ന് എനിക്കറിയത്തില്ല. അത് നമ്മൾ ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്താലും ഇന്റർനാഷണൽ മാധ്യമത്തിലും ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അത് പ്രാകൃതമല്ല പ്രശാന്ത് സാർ, ദേ കോൾഡ് സോൾട്ട് ആൻഡ് പെപ്പർ. രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വളരെ യങ് ആണ്,
ഇപ്പോഴും സോൾട്ട് ആൻഡ് പെപ്പറിൽ നടക്കുന്നതാണ് എന്നാണ് പറയുന്നത്. യുവാവ് എന്ന് പോലും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണുള്ളത്, 19 വയസ്സായെങ്കിൽ പോലും. അതുപോലെ തന്നെ സാറ് സൂചിപ്പിച്ചതുപോലെ ഹൈക്കമാൻഡ് ഏത് രീതിയിൽ കേരളത്തിലേക്ക് ബീഹാറിന് പിന്നാലെ പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല. ഒന്നിനു പിറകെ ഒന്നായി പണി വാങ്ങിക്കൂട്ടുന്ന കേരള നേതൃത്വമാണ് കോൺഗ്രസിനുള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും മലേഷ്യയിൽ പ്രതിപക്ഷ നേതാവ് നിക്കറുമിട്ട് അടിച്ചു പൊളിച്ചു നടക്കുകയാണ്. വന്നതിന് ശേഷം എന്തൊക്കെയാണ് ഇനി അദ്ദേഹത്തിന്റെ പ്രതിഷേധ പരിപാടികൾ എന്നത് കണ്ടറിയണം. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.